ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനൊരു സുഭാഷിതമാണ് എടുക്കാൻ പോകുന്നത്. സുഭാഷിതം. അപ്പോൾ സുഭാഷിതത്തിൽ ഞാൻ മലയാള ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും വായിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മലയാള ലിപിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കിക്കോളൂ. ഗുണീ ഗുണം വേത്തി നിർഗുണഃ ബലീ ബലം വേത്തി നിർബലഃ പികോ വസന്തസ്യ ഗുണം ന വായസഃ കരീച സിംഹസ്യ ബലം ന മൂഷകഃ. ഏത് കിട്ടിയാലും നമുക്ക് അതിനൊരു പ്രോസ് ഓർഡർ ആക്കണം. പ്രോസ് ഓർഡർ. അപ്പോൾ സംസ്കൃതത്തിൽ പറഞ്ഞ അന്വയ എന്നാണ്. അപ്പോൾ അതിൻ്റെ അന്വയം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അന്വയം വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിക്കോളൂ അന്വയം. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് അന്വയം. ഗുണീ ഗുണം വേത്തി. ഗുണീ ഗുണം വേത്തി നിർഗുണഃ ന വേത്തി ബലീ ബലം വേത്തി നിർബലഃ ന വേത്തി പികോ വസന്തസ്യ ഗുണം വേത്തി വായസഃ ന വേത്തി കരീച സിംഹസ്യ ബലം വേത്തി മൂഷകഃ സിംഹസ്യ ബലം ന വേത്തി. ഇതാണ് അതിൻ്റെ അന്വയം. ആദ്യം ഉള്ളൊരർത്ഥം നമുക്കുണ്ട്. അത് ആദ്യം നമുക്ക് നോക്കാം. ആദ്യത്തത് ഗുണീ ഗുണം വേത്തി. ഗുണി എന്ന് പറഞ്ഞാൽ ഗുണമുള്ളവർ, സൽഗുണം ഉള്ളവർ, നല്ല ഗുണമുള്ളവർ. ഗുണം വേത്തി ഗുണത്തെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരിലെയും നല്ല ഗുണങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ്. പിന്നെയോ നിർഗുണഃ ന വേത്തി. വേത്തി എന്ന് പറഞ്ഞാൽ അറിയുക, മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥം. നിർഗുണഃ ന വേത്തി. എൻ്റെ നിർഗുണരായിട്ടുള്ളവർ, ഗുണമില്ലാത്തവർ, ഗുണിയായിട്ടുള്ളവരല്ല, നിർഗുണരായിട്ടുള്ളവർ. ന വേത്തി അത് അറിയുന്നില്ല, മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബലി ബലം വേത്തി. ബലി എന്ന് ബലമുള്ളവർ ബലത്തെ അറിയുന്നു, മറ്റുള്ളവരുടെ ബലത്തെ അറിയുന്നു. നിർബലഃ ന വേത്തി. നിർബലരായിട്ടുള്ള ബലം കുറഞ്ഞവർ എന്ത് ചെയ്യുന്നു? അത് അറിയുന്നില്ല, മറ്റുള്ളവരുടെ ബലം എങ്ങനെയാണെന്ന് അറിയുന്നില്ല. പികോ വസന്തസ്യ ഗുണം വേത്തി. പികോ എന്ന് പറഞ്ഞാൽ പിക്കഹ എന്താ? കുയിൽ വസന്തസ്യ, വസന്തകാലമല്ലേ, വസന്തസ്യ ഷഷ്ടി ഏകവചനം, വസന്തത്തിൻ്റെ ഗുണം വേത്തി. കുയിൽ വസന്തകാലത്തിൻ്റെ ഗുണം അറിയുന്നു. വായസഃ ന വേത്തി. വായസഃ എന്ന് പറഞ്ഞാൽ കാക്ക. പായസമല്ല, വായസഃ ന വേത്തി. വായസം അതായത് കാക്ക അതറിയുന്നില്ല. ഏത്? ഈ വസന്തകാലത്തിൻ്റെ ഗുണം അറിയുന്നില്ല. കരീച സിംഹസ്യ ബലം വേത്തി. കരി എന്ന് പറഞ്ഞാൽ ആന. കരീച സിംഹസ്യ ബലം, സിംഹസ്യ ഷഷ്ടി ഏകവചനം, സിംഹത്തിൻ്റെ ബലം അറിയുന്നു. ആന സിംഹത്തിൻ്റെ ബലം അറിയുന്നു. മൂഷകഃ സിംഹസ്യ ബലം ന വേത്തി. മൂഷകാനാണ് എലി എന്ത് ചെയ്യുന്നു? സിംഹത്തിൻ്റെ ബലം അറിയുന്നില്ല. ഇതാണ് നേരിട്ടുള്ള അർത്ഥം. ഇനി നമുക്കത് ബാക്കി ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താ പറഞ്ഞത്? ഗുണയുക്തർ ഗുണത്തെ അറിയുന്നു എന്നാണ്, മനസ്സിലാക്കുന്നു. നിർഗുണർ ഇല്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും സ്വഭാവ ഗുണം ആശ്രയിച്ചായിരിക്കും തിരിച്ചറിവുകൾ നടക്കുന്നത്, അല്ലേ? ഓരോരുത്തരുടെ ഓരോ രീതിയിൽ സ്വഭാവമായിരിക്കും. അത് അനുസരിച്ചാണ് അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിന് മാത്രമേ സാംസ്കാരികമായ ഗുണങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അതാണ് ഗുണി എന്ന് പറഞ്ഞത്. എന്നാൽ നിർഗുണരായിട്ടുള്ളത്, ഗുണമില്ലാത്തവരെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ഗുണങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമാണ്. അവരെന്ത് ചെയ്യും? അതിനെ അനുകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനെ തിരിച്ചറിയുന്നില്ല എന്നാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അതായത് ഇപ്പം വളരെ വിലപിടിപ്പുള്ള മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു പുസ്തകം, അങ്ങനെ വിലപിടിപ്പുള്ള മൂല്യങ്ങൾ പറഞ്ഞു തരുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അത് ഗുണമായിട്ടുള്ളവർ, അത് ഗുണിയായിട്ടുള്ളവർ, നല്ല ഗുണങ്ങൾ, സൽഗുണങ്ങൾ ഉള്ളവർ എങ്ങനെയാണത് കാണുന്നത്? അതിനെ ഒരു പുണ്യഗ്രന്ഥമായി കാണും. എന്നാൽ നിർഗുണരായിട്ടുള്ളവരെ എങ്ങനെയാണ്? അത് കേവല അക്ഷരങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകം എന്ന രീതിയിൽ അവർ കണക്കാക്കും. അതാണ് ഒരു ഉദാഹരണം. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉദാഹരണമാണ് മൂന്നാമത്തെ വരി നോക്കൂ. പികോ വസന്തസ്യ ഗുണം ന വായസഃ. പിക്കഹ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? കുയിൽ. വായസഃ കാക്ക. അപ്പോൾ പിന്നെ വസന്തകാലം വരുമ്പോൾ എന്തായെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? പിക്കഹ കുയിൽ എന്ത് ചെയ്യും? മധുരമായി പാടും.
സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മധുരമായി പാടുന്നത് കേൾക്കാം. അപ്പോൾ നമ്മൾക്ക് വസന്തകാലം മനസ്സിലാക്കി തരുന്നത് കുയിലുകളാണ് അല്ലേ, അല്ലാതെ കാക്കകളല്ല. എന്താ കാരണം? കാക്കകളുടെ സ്വരം എപ്പോഴും ഒരുപോലെ കരയുന്ന രീതിയിലുള്ളതാണ് അല്ലേ. കാക്ക എപ്പോഴെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരേ രീതിയിലാണ് കാക്ക കരയുന്നത്. അപ്പോൾ അത് മധുരസ്വരമല്ല. അപ്പോൾ ആ വസന്തകാലത്തിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കുയിലുകളാണ്, കാക്കകളല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഗുണം വന്നില്ലേ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ബലി ബലം വേത്തി, ബലമുള്ളവർ ബലത്തെ അറിയുന്നു. നിർബലഹ നവേത്തി, നിർബലർ അറിയുന്നില്ല. അതെന്തോന്നാണ്? ബലമുള്ളവർ സാധാരണ ദുർബലരോട് പിന്നെ ഉപദ്രവത്തിലെല്ലാം പോകാറുണ്ടോ? അല്ലെങ്കിൽ ദുർബലർ ബലമുള്ളവരടുത്ത് പോകാറില്ല പേടിച്ച് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് പിന്നെ ബലമുള്ളവന് മറ്റുള്ളവരുടെ ബലം അറിയാൻ കഴിയും. അവന് ബലമുണ്ടോ അതോ ദുർബലനാണോ എന്ന് ബലമുള്ളവൻ അറിയാൻ കഴിയും. എന്നാൽ ബലഹീനർക്ക് കഴിയില്ല എന്നാണ്. എന്താ കാര്യം? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് കരീച്ച സിംഹസ്യ ബലം ന മൂഷകഃ. കരി ആനയാണ്. കരീച്ച സിംഹസ്യ ബലം, സിംഹത്തിൻ്റെ ബലം. കരീച്ച സിംഹത്തിൻ്റെ ബലം ആർക്കറിയാം? ആനയ്ക്കറിയാം. അതുകൊണ്ട് ആനയും സിംഹവുമാണ് ഏറ്റുമുട്ടുന്നത്. സിംഹത്തോടെ ഏറ്റുമുട്ടാൻ ആരാ പോകുന്നത്? ആനയാണ്, എലിയല്ല. മൂഷകഃ, എലിയല്ല. എന്താ കാരണം? സമാന ബലമുള്ളവരോട് മാത്രമേ ഏറ്റുമുട്ടാൻ കഴിയൂ. സമാന ബലം, ഒരേപോലത്തെ ബലമുള്ളവർക്ക് മാത്രമേ ഏറ്റുമുട്ടാൻ കഴിയൂ. എലിക്ക് അതിനുള്ള ശക്തിയില്ല. എലിക്ക് അവയുടെ ബലം എന്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എലി എന്ത് ചെയ്യും? അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകില്ല എന്നാണ്. അപ്പം ബലമുള്ളവർക്കേ ബലമുള്ളവരുടെ ബലം അറിയാൻ കഴിയൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ നല്ല യോഗ്യതയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഗുണങ്ങൾ മനസ്സിലാക്കാനും അറിയാനും കഴിയുകയുള്ളൂ എന്നാണ്. നല്ല യോഗ്യതയുള്ളവർക്കാണ്. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന അതാണ്. യോഗ്യതയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഗുണങ്ങൾ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അതേസമയം മറ്റുള്ളവർക്കാണെങ്കിലോ, യോഗ്യതയില്ലാത്തവർക്ക് ഇതിനൊന്നും കഴിയില്ല എന്നാണ്. നമുക്ക് കാണാൻ കഴിയുമല്ലോ ഈ പിന്നെ സാധാരണ ഓരോരുത്തർ ചെന്ന് ഉപദ്രവിക്കുന്നതൊക്കെ കാണാം. എന്നാലും അല്ലേ, അതായത് പിന്നെ ബലമുള്ളവർ പിന്നെ ബലമില്ലാത്തവരോട് ഒരിക്കലും ഏറ്റുമുട്ടാൻ പോകരുത് എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഇല്ലാത്തവരെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. അപ്പോൾ പക്ഷേ ഇന്നെന്താണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്? നമുക്ക് ചുറ്റും കാണുന്നത് എന്താണ്? തന്നേക്കാൾ കഴിവ് കുറഞ്ഞവരോ അല്ലെങ്കിൽ ദരിദ്രരോ ആയിട്ടുള്ളവരെയൊക്കെ ചെന്ന് ഉപദ്രവിക്കുകയാണ് ഇന്ന് നമ്മൾക്ക് സ്ഥിരം കാണുന്നത്. പല പല കാര്യങ്ങൾ കേൾക്കാറില്ലേ? ദുർബലരായിട്ടുള്ളവരെയും പിന്നെ ദരിദ്രരെയും ഒക്കെ ചെന്ന് ദ്രോഹിക്കുക എന്നത് ഒരു വിനോദമായിട്ടാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ ഈ ഉപനിഷത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.